ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. പെയിൻറ്റർമാനാണ്. ഞങ്ങളിന്ന് കൊല്ലത്ത് വന്നിരിക്കുകയാണ്. കൊല്ലത്ത് ഒരു ബേക്കറിയുടെ കുറച്ച് സ്റ്റുക്കോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഈ ടേബിള്. ഇതൊരു കൗണ്ടറാണ്, ക്യാഷ് കൗണ്ടർ പോലുള്ള ഒരു കൗണ്ടറാണ്. ഇതിൻ്റെ മുൾവശം ഞങ്ങൾക്ക് നൈറ്റ് വർക്കാണ്, പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ അകംവശം കംപ്ലീറ്റും, പിന്നെ ദയ്യാവും ഈ പുറം ഭാഗം ഇതിങ്ങനെയാണ്. അപ്പോൾ ഇതിൽ രണ്ട് കളറാണ് വരുന്നത്. ഇവിടെ ഈ വലിയ പീസ് ഇതുവരയ്ക്കും റെഡാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഗ്രേയും, ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്രേ വരും. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് റെഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സിർക്ക എന്ന് പറയുന്ന ആ കമ്പനിയുടെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അവരുടെ മെറ്റീരിയലാണിത്. ഒയ്ക്കോസ് റാഫെല്ലോ സ്റ്റുക്കോ, ഒയ്ക്കോസ് റാഫെല്ലോ സ്റ്റുക്കോ, ഇതാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളിതിൽ ഗ്ലാസ് ടൈപ്പിൽ അടിക്കുക, പക്ഷേ ഇവർക്ക് സെമി മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ സെമിയാണ് അടിക്കാൻ പോണത്. അപ്പോൾ ഇവരുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇത് വൈറ്റാണ്. ഇത് വൈറ്റാണ്, കണ്ടില്ലേ, വൈറ്റ് പേസ്റ്റാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കളർ ടിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതേ ഈ ഒരു കളർ ടിൻറ്റ് ചെയ്തെടുത്ത കളറാണ്. പിന്നെ ഒരു കളറും കൂടിയുണ്ട്. പിന്നെ ഒരു കളറുള്ളത് ഇതാണ്. ഇതൊരു കോഫി കളർ പോലുള്ളൊരു കളറാണ്. ഇത് നമ്മൾ ടിൻറ്റ് ചെയ്തെടുത്താണ്. ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ടിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ടിൻറ്റ് ചെയ്ത് എടുത്താണ്. പുട്ടി മെഷീനിൽ വെച്ച് മിക്സ് ചെയ്ത്, സ്റ്റൈനർ മേടിച്ച് പുട്ടി മെഷീനിൽ മിക്സ് ചെയ്തെടുത്ത കളറാണിത്. ഇത് രണ്ടും. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ വാളുകൾ വേറെ കുറച്ച് വാളുണ്ട്, അതിൽ വൈറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യുന്നതിൻ്റെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. നമ്മുടെ ട്രൗവലിനാണ് ഇത് വലിക്കണത്. നമ്മൾ സാധാരണ സ്റ്റുക്കോ മാർബിൾ ചെയ്യണ ആ സെയിം തന്നെയാണ്. ട്രൗവൽ, നമ്മുടെ ട്രൗവലാണിത്. അപ്പോൾ ഈ ട്രൗവൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ റെഡാണ് അടിക്കാൻ പോണത്.
അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, ഇങ്ങനെയാണ് അപ്പോൾ ട്രവലിൽ ഈ സ്റ്റുക്കോ ഇടുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേസ് കോട്ട് ആദ്യം അടിച്ചിട്ടതിന് ശേഷം നമ്മൾ ആദ്യം പുട്ടി കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ടിരിക്കണം കേട്ടോ. പുട്ടി അടിച്ച് കട്ട് ചെയ്ത് പ്രൈമർ അടിച്ച് വൃത്തിയുള്ള ഭാഗം, അതായത് നല്ല നീറ്റായിരിക്കണം അത്. ആ പ്രൈമർ അടിച്ചത് നമ്മൾ വീണ്ടും സ്മൂത്ത് ചെയ്ത് സ്പൂട്ട് പോലെ ഉണ്ടെങ്കിൽ സ്പൂട്ടും കാര്യങ്ങളെല്ലാം ഇട്ട് ഒന്നുകൂടെ പ്രൈമർ ഫുള്ള് ലൂസിലൊന്ന് അടിച്ച് കൊടുത്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇടുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ട്രവലിൽ വെച്ചിട്ട് ഇത് ഇടുക. പിന്നെ കളറ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യരുത്, കാരണം ഈ കളറ് മിക്സ് ആവില്ല, ഇടയിൽ വൈറ്റും കാര്യങ്ങളെല്ലാം കയറി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഫുള്ള് മെഷീൻ തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. മെഷീന് കുറച്ചുള്ളെങ്കിലും കുറച്ച് വെച്ചിട്ട് മെഷീനിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഈ സ്റ്റുക്കോ അടിക്കുക. ട്രവല് കാര്യങ്ങൾ അതുപോലെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം, കാരണം വൃത്തി അതുപോലെ സൈഡും കാര്യങ്ങളെല്ലാം നല്ല നമ്മളെ ട്രവലിൻ്റെ സൈഡിലെല്ലാം നല്ല പേപ്പർ ഇട്ട് നല്ല ഫിനിഷ് ചെയ്ത് വെക്കണം. എപ്പോഴും ട്രവല് വൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റുക്കോ ഇടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ടെക്സ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഈ ട്രവൽ ഉപയോഗിക്കും, പക്ഷേ അതിൽ സ്ക്രാച്ചും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രവലിന് പിന്നെ സ്റ്റുക്കോ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. കണ്ടോ, ഞാനിത് പേപ്പർ ഇട്ട് നല്ല ഷാർപ്പാക്കിയതാണ്. ഇപ്പോൾ നമ്മൾ എടുത്ത മെറ്റീരിയലിൻ്റെ ഒരു ഇത് കാരണം കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നമ്മൾ അടുത്ത ഇനി മെറ്റീരിയൽ എടുക്കുമ്പോഴേക്കും ഇത് ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇനി മെറ്റീരിയൽ എടുക്കാവൂ, അല്ലെങ്കിൽ അതിൻ്റെ തരിയും കാര്യങ്ങളും വന്നിട്ട് സ്റ്റുക്കോ ഇടാനും പറ്റില്ല, നമുക്കത് വൃത്തിയും കിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ബേസ് കോട്ട് അടിച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വീണ്ടും സെക്കൻഡ് കോട്ട് അടിക്കും. സെക്കൻഡ് കോട്ട് അടിച്ചതിന് ശേഷമാണ് നമ്മൾ മൂന്നാമത്തെ കോട്ടിലാണ് പാറ്റേൺ ഇടുക. പാറ്റേൺ പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും, ഓരോ രീതിയിലാണ് ഓരോ ആൾക്കാരും പാറ്റേൺ ഇടുന്നത്. അപ്പോൾ പാറ്റേൺ ഇടുമ്പോൾ വൃത്തിയായിട്ട് നമുക്ക് മാക്സിമം നമുക്ക് കുറച്ച് എങ്ങനെയാണ് ഓരോരുത്തർക്കും കൈ വഴങ്ങുന്നത് അതിനനുസരിച്ച് പാറ്റേൺ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.